നമ്മളെല്ലാവരും ഒരുമിച്ച് മനുഷ്യനെപ്പോഴും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ഒരു റീലുണ്ടായിരുന്നു. നമ്മുടെ മക്കൾ സെൽവൻ വിജയ് സേതുപതി പറയുന്ന ഒരു ഡയലോഗ്. ആ ഡയലോഗ് ഞാനൊന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൊന്ന് അനുകരിക്കുകയാണ്. இந்த சமயத்தில் நம்ம எல்லாரும் வரணும். மனுஷனை காப்பாற்ற மனுஷன் வருவான், மேலேருந்து ஒன்று வராது, மனுஷன் தான் வருவான். சாமி பல கோடி வருஷமாக இங்கே இருக்குது. ஆனால் சாமி இன்னும் சாமி காப்பாற்றுற மகா மனுஷனை இன்னும் படைக்கவில்லை. சாமி தன்னை காப்பாற்றிக்கும். கடவுள் மேலே இருக்கிற மனுஷன் தான் பூமியில் இருக்கிற மனுஷன் தான் காப்பாற்ற முடியுது. மனுஷன் வாழ்றதுக்கான இடம், மனுஷன் சகோதரத்தோட சந்தோஷமாக வாழ்றதுக்கான இடம், அன்பை பரிமாறிட்டு வாழணும். நீங்கள் எல்லாரும் நல்லா இருங்க. ஹெரிட்டேஜ் மென்ஸ் அப்பாரன்ஸுக்கு என்னுடைய எல்லா விஷஸ் தெரிவிச்சுக்கிறேன். நன்றி, வணக்கம். தேங்க்யூ ஆல், லவ் யூ ஆல், தேங்க்யூ. ഈ രീതിയിൽ നമ്മുടെ വിജയ് സേതു സാറ് സംസാരിക്കുന്നത്. ഇനി നമ്മുടെ കമൽഹാസൻ സാറിൻ്റെ ശബ്ദം കൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. കമൽഹാസൻ സാറിൻ്റെ ശബ്ദം ഇഷ്ടമാണോ? അത് അന്ന് പണ്ട് കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ബേസ് അല്പം കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല ബേസാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്. വിക്രം എന്ന സിനിമയിൽ ഞാൻ ഒരു 7 കഥാപാത്രങ്ങൾക്ക് ആ സിനിമയിൽ മലയാളം വെർഷനിൽ ഡബ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഡബ്ബിങ്ങിൽ കൂടുതൽ അവസരങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മുടെ കമൽഹാസൻ സാറിൻ്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. இந்த மாதிரி நேரத்தில் வீரையெல்லாம் அடிக்கடி சொல்ற வார்த்தை என்று தெரியுமா? பார்த்துக்கலாம். விளையாட்டை பற்றி நினைப்பார், வெற்றியை பற்றி நினைப்பதில்லை. பிரமாதமா விளையாடலாம், அப்படி மட்டும்தான் இது. அப்படி நினைச்சோன்னா നന്ദി, വണക്കം, താങ്ക് യു. ഈ രീതിയിൽ നമ്മുടെ കമൽഹാസൻ സാറിൻ്റെ ശബ്ദവും കേട്ടു. ഇനി നമുക്ക് യൂട്യൂബേഴ്സിനെ കാണാം അല്ലേ? നിങ്ങൾ യൂട്യൂബേഴ്സ് ഞാൻ കുറച്ച് താരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എംഫോടെക്. എംഫോടെക്കിനെ അറിയുന്നുണ്ടോ? കൂടെ അറിയാവുന്നവരാണെങ്കിൽ നല്ലൊരു ഗൈഡ് തന്നേ. അപ്പോൾ നമ്മുടെ എംഫോടെക്കിൻ്റെ എല്ലാ വീഡിയോസും നമുക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര എനർജിയാണല്ലേ? ഒരു വീഡിയോ തുടങ്ങും, അദ്ദേഹത്തിൻ്റെ ആ കറുത്ത ഷർട്ടിൻ്റെ മുണ്ടൊക്കെ എടുത്തു കുത്തി ഒരു വൻ എനർജിയിലാണ്. അപ്പോൾ ഈ പരിപാടി ആങ്കർ ചെയ്യുന്നത് നമ്മുടെ എംഫോടെക് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. എംഫോടെക്കിലേക്ക് സ്വാഗതം മച്ചാമാരെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെറിറ്റേജ് മെൻസ് അപ്പാരൽസിന്റെ ഇനാഗുറേഷനാണ് മച്ചാമാരെ. നമ്മുടെ ദീപ വിളക്ക് കത്തിച്ചിട്ടുണ്ട് മച്ചാമാരെ. എന്തായാലും വളരെ സന്തോഷകരമായിട്ട് ജീവിതം നമ്മളെന്തായാലും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെറിറ്റേജ് മെൻസ് അപ്പാരൽസിനെ കുറിച്ച് 2 വാക്കായിട്ട് ഓണെന്ന് പറയാണ് മച്ചാമാരെ. അതുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നു മച്ചാമാരെ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ മിമിക്രി ഇഷ്ടപ്പെട്ടോ? റിയാസ് ഖാൻ്റെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ് ഏതാ? അടിച്ചു കയറി ഇങ്ങനെയാണ്. ആ പഴയ ടോണാട്ടോ ഞാൻ അവതരിപ്പിക്കുന്നത്. ഏയ് ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ച് കൊടുക്ക്. കല്ലോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എൻ്റെ ചിലവ്. എല്ലാരും അടിച്ച് കയറി വാ. ഇനി ആരെങ്കിലും വേണോ? ആരാണ്ട്? ഫാത്ത് ഫാസിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് ട്രൈ ചെയ്യാം. നമ്മുടെ രംഗണ്ണനെ ഒന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്യാം. ഭയങ്കര പാടാണ് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് അതിൽ എടുക്കാനായിട്ട്. എടാ മോനെ, രംഗ, നിന്റെ പേരെന്താടാ? എടാ മോനെ, ലൈസൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ എന്റെ ലൈസൻസ് അമ്പാടെ അടുത്തുണ്ട്, അത് വാങ്ങിച്ചു. അമ്പാടെ ഓഫായുള്ള ഇതൊക്കെ ശ്രദ്ധിക്കണ്ട മോനെ. ശ്രദ്ധിക്കുന്നുണ്ടോ? താങ്ക് യു. എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ എന്താ പറയുക ആക്സിഡൻറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ വേദികളിൽ വന്നു തുടങ്ങുന്നത്. എന്താ പറയുക, ഒരു സത്യം പറഞ്ഞാൽ അതിൽ നിന്നും പൂർണ്ണമായിട്ട് എനിക്ക് അതിൽ നിന്നുള്ളൊരു ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. നിങ്ങളോട് എല്ലാവരോടും കൂടിയായിട്ട് പറയുകയാണ്. കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം. പഴയ ഒരു ഇതല്ല ഇപ്പോൾ. എൻ്റെ ഫേസിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മിമിക്രി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മിമിക്രി ചെയ്യുമ്പോൾ നമ്മൾ ആ വേദനകളെല്ലാം മറന്നു പോകുന്നതുകൊണ്ടാണ് നമ്മളിതൊക്കെ വളരെ എൻജോയബിളായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പം എന്നെ വേദിയിലേക്ക് വീണ്ടും തിരിച്ചെത്തിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളാണ്. കാരണം ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സുചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പോഴൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ പോലെ എൻ്റെ ഇങ്ങനെ പല്ലിങ്ങനെ ഇളകുന്നുണ്ട്.
എൻ്റെ പല്ലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഹെറിറ്റേജ് മെൻസ് അപ്പാറൽസിന് വേണ്ടി നല്ലൊരു ഗൈഡ് തന്ന ഓക്കെ താങ്ക് യു.